പ്രിന്റു തൃശ്ശൂർ നിങ്ങളുടെ എ ക്ലാസ് മണ്ഡലമാണ്. ഈ സുരേഷ് ഗോപി വിജയിച്ചേക്കുമെന്നൊക്കെ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന സ്ഥലമാണല്ലോ. അവിടെ നിങ്ങളാണെങ്കിൽ ഈ പ്രതാപനെ ടാർണിഷ് ചെയ്യാൻ പരമാവധി പണിയൊക്കെ എടുത്തു വന്നപ്പോഴാണ് അവിടെ പ്രതാപനെ മാറ്റി കെ മുരളീധരനെ പോലെ ഒരു ടവറിംഗ് ഫിഗറിനെ കൊണ്ടുവരാൻ കോൺഗ്രസ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. കെ മുരളീധരൻ വന്നപ്പോൾ എന്താണ് ഇതിന് മുമ്പ് നിങ്ങൾക്ക് നേമത്തെ സംഭവിച്ചതെന്ന് നമുക്ക് നല്ല ഓർമ്മയുണ്ട്. സംഘികളെ തോൽപ്പിക്കാനുള്ള ഒരവസരവും ഞാൻ പാഴാക്കില്ല എന്നാണ് വൈകുന്നേരം മാധ്യമങ്ങളെ കണ്ടപ്പോൾ ഇന്ന് കെ മുരളീധരൻ പറഞ്ഞത്. നിങ്ങളൊന്ന് ഞെട്ടിയോ? ഞങ്ങൾക്ക് നൗഷാദ് സാർ യാതൊരുവിധ ഞെട്ടലുമില്ല. അങ്ങനെ കെ മുരളീധരൻ അങ്ങനെ ഒരു ക്രൗഡ് പുള്ളറായിട്ട് ഞങ്ങൾ കാണുന്നില്ല. മത്സരിച്ച തിരഞ്ഞെടുപ്പുകളൊക്കെ ദയനീയമായി പരാജയപ്പെട്ട ഒരു വ്യക്തി എന്നതല്ലാതെ മുരളീധരന് മറ്റെന്ത് വിശേഷണമാണ് നമുക്ക് നൽകാനുള്ളത്? നമ്മൾ മനസ്സിലാക്കണം, ഇവിടെ സത്യത്തിൽ ഈ ടി എൻ പ്രതാപൻ്റെ ശാപം അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ വേദനയും ദുഃഖവും ഒക്കെ ബി ജെ പിക്ക് അനുകൂലമായിക്കൊണ്ട് ബി ജെ പി സ്ഥാനാർത്ഥി അവിടെ വൻ ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതാണല്ലോ ഈ സിറ്റിംഗ് എം പി ആയിട്ടുള്ള പ്രതാപനെ, പ്രത്യേകിച്ച് തൃശ്ശൂരിൻ്റെ സ്പന്ദനമൊക്കെ അറിയുന്ന നിരവധി തവണ MLA ആയിട്ടുള്ള ഒരു വ്യക്തിയെ മാറ്റി നിർത്തിക്കൊണ്ട് തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിൽ നേരത്തെ കെ ടി കുഞ്ഞിക്കണ്ണൻ പറഞ്ഞതുപോലെ ഈ 98-ലെ തെരഞ്ഞെടുപ്പിൽ 80,000 വോട്ടിന് തോറ്റ മുരളീധരനെ വീണ്ടും കൊണ്ടുവന്ന് ചാവയറാക്കുന്നതിന് പിന്നിലെ രാഷ്ട്രീയത്തിൻ്റെ ഈ ഒളിമറ നമുക്ക് വ്യക്തമാണ്. കാരണം ഒരു കാര്യം ഒന്നാമത്തെ കാര്യം, ഇതിന് മുൻപ് തോറ്റുപോയ കാലത്തെ മുരളീധരനല്ല ഇപ്പോഴത്തെ മുരളീധരൻ എന്ന കാര്യം നിങ്ങൾ ഓർക്കേണ്ടതുണ്ട്. അന്നത്തെ മുരളിയുടെ ഫിഗർ അല്ല, അന്നത്തെ മുരളിയുടെ ഗ്രൗണ്ട് അല്ല ഇന്നത്തെ മുരളിക്കുള്ളത് വേറെ തന്നെ കാര്യമാണ്. അത് പോട്ടെ. പിന്നെ ഈ ടി എൻ പ്രതാപൻ്റെ ശാപവാക്കുകൾ ഉണ്ടാവും എന്നതും എനിക്ക് തോന്നുന്നു ഒരു അതിവായനയായിട്ടാണ് തോന്നുന്നത്. കാരണം ടി എൻ പ്രതാപൻ 3 മാസം മുമ്പ് അവിടെ വന്ന് മത്സരിക്കാൻ മുരളിയേട്ടൻ വരണം എന്ന് എന്നോട് റിക്വസ്റ്റ് ചെയ്തിരുന്നു. പക്ഷേ നമ്മളല്ലോ, പാർട്ടിയല്ല തീരുമാനിക്കേണ്ടത് ഞാനന്ന് പറഞ്ഞു. മുരളിയേട്ടൻ വന്നാൽ മുഴുവൻ കാര്യങ്ങൾ ഞാൻ നോക്കാമെന്ന് എന്നോട് അദ്ദേഹം പറഞ്ഞാണെന്ന് പറയുന്നു. ഇന്നിപ്പോൾ ചുവരെഴുത്തിന് ആദ്യം ഇറങ്ങിയിരിക്കുന്നത് പ്രതാപനാണ്. പ്രതാപന് ഈ തീരുമാനത്തിൽ സങ്കടമുണ്ട് എന്ന് തൃശ്ശൂരിൻ്റെയും പ്രതാപൻ്റെയും രാഷ്ട്രീയം അറിയുന്ന ആരും നിരീക്ഷിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെയല്ല സാർ, നൗഷാദ് സാർ, ഇത് ശരിയാണ്. പ്രതാപൻ എന്നല്ല, കോൺഗ്രസിൻ്റെ ഓരോ MP മാർക്കും മത്സരിക്കാനുള്ള ഒരാഗ്രഹവുമില്ല. അത് ഇതിനു മുമ്പ് മുരളീധരൻ വ്യക്തമാക്കിയതാണ്. നമ്മുടെ കൊടിക്കുന്നിൽ സുരേഷ് ഇത് കുറേ കാലമായി പറയാൻ തുടങ്ങിയിട്ട് ആർക്കും തന്നെ സത്യത്തിൽ മത്സരിക്കാൻ ഒരു താല്പര്യമില്ല. ഇവരുടെയൊക്കെ കണ്ണ് സത്യത്തിൽ നിയമസഭയിലാണ്. പിന്നെ ഇന്ന് സിറ്റിംഗ് MP മാർ മത്സരിക്കട്ടെ, രാഹുൽ ഗാന്ധി മത്സരിക്കുന്ന സാഹചര്യത്തിൽ കോൺഗ്രസിൻ്റെ മുഴുവൻ MP മാരും മത്സരിക്കട്ടെ എന്നൊരു തിട്ടൂരം പ്രഖ്യാപിച്ചത് കൊണ്ട് മാത്രമാണ് ഇവർ മത്സരിക്കുന്നത്. ഇവിടെ ഞാൻ പറയാൻ കാരണം, ഈ ടി എൻ പ്രതാപൻ മത്സരിക്കാതിരുന്ന സമയത്ത് മാത്രമല്ല, ഇപ്പോൾ ടി എൻ പ്രതാപന് വേണ്ടിയിട്ട് 4.5 ലക്ഷം പോസ്റ്റർ, ചുമരെഴുത്തൊക്കെ നടത്തിയിട്ട് ഇന്ന് നിങ്ങൾ അദ്ദേഹത്തിൻ്റെ നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും ഇന്ന് ഒരു നാടകമെന്ന രീതിയിൽ ഈ ടി എൻ പ്രതാപനെ ഇവരെ ചുമരെഴുത്ത് നടന്ന സമയത്ത് നിങ്ങൾ അദ്ദേഹത്തിൻ്റെ ഒരു മുഖമൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ അദ്ദേഹത്തെ എത്തിത്തീർക്കുന്ന ഒരു ദയനീയ അവസ്ഥ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഞങ്ങൾക്ക് സത്യത്തിൽ അത് ഗുണമായി. ഇപ്പം മുരളീധരൻ, നിങ്ങൾ നേരത്തെ പറഞ്ഞ മാറിയ മുരളീധരനാണെങ്കിൽ അങ്ങനെ അദ്ദേഹം നിയമത്തിൽ ജയിക്കേണ്ടതല്ലേ? നിയമത്തിൽ എത്ര വോട്ടാണ് ജയിച്ചത്? ഞങ്ങളുടെ അല്ലെങ്കിൽ ചില വോട്ടുകൾ പിടിച്ച് ഞങ്ങളെ തോൽപ്പിച്ചിട്ടുണ്ടെങ്കിലും 30,000 വോട്ടാണ് മുരളീധരൻ പിടിച്ചത്. അങ്ങനെയാണെങ്കിൽ നിയമത്തിൽ മുരളീധരൻ ക്രൗഡുള്ളറാണെങ്കിൽ ജയിക്കേണ്ടതല്ലേ? കൊടുവള്ളിയിൽ പോലും ഞാൻ താങ്കളോട് ചോദിച്ചു തുടങ്ങുന്നത് മുരളി ജയിക്കും എന്നുള്ളതല്ല, നിങ്ങൾ തോക്കുമോ എന്നുള്ളതാണ്. ലൈക്ക് നിയമം പോലെ അല്ല സാർ, ഞാൻ പറയാം എങ്ങനെയാണ് നൗഷാദ് സാർ, ഞങ്ങൾ എങ്ങനെയാണ് ജയിക്കുക എന്നുള്ളതിൻ്റെ ഒരു ചെറിയ രീതിയിലുള്ള ഒരു തൃശ്ശൂർകാരൻ എന്ന രീതിയിലും ഞങ്ങളുടെ സംഘടനാ പ്രവർത്തന രീതി എന്നതിലും ഞങ്ങൾക്ക് പറയാം. തൃശ്ശൂർ ജില്ലയിൽ BJPക്ക് ഫിക്സഡ് ആയിട്ടുള്ള 2 ലക്ഷം വോട്ടുണ്ട്. അതായത് കേഡർ വോട്ട് എന്ന രീതിയിൽ 2.5 ലക്ഷം വോട്ട് ഞങ്ങൾക്കുണ്ട്. സ്വാഭാവികമായിട്ട് സുരേഷ് ഗോപി എന്ന് പറയുന്ന വ്യക്തി, ആ വ്യക്തിക്ക് കിട്ടുന്ന വോട്ട് നിങ്ങൾ എങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ തവണ സുരേഷ് ഗോപിക്ക് കിട്ടിയ പ്രത്യേക സാഹചര്യത്തിൽ കിട്ടിയ വോട്ട് കേഡർ വോട്ടായിട്ട് നിങ്ങൾ കണക്ക് കൂട്ടുകയാണോ തൃശ്ശൂർ മണ്ഡലത്തിൽ? അല്ല സാർ, സുരേഷ് ഗോപി തൃശ്ശൂരിൽ അന്ന് മത്സരിക്കാൻ വരുന്ന സമയത്ത് അദ്ദേഹം 11 ദിവസം മാത്രമാണ് പ്രവർത്തിച്ചത്. 11 ദിവസം കൊണ്ട് സുരേഷ് ഗോപി തൃശ്ശൂരിൽ കിട്ടിയ വോട്ട് എന്ന് പറയുന്നത് 2,91,000 ആയിരുന്നു. അന്ന് ഞങ്ങൾക്ക് കൃത്യമായിട്ടുള്ള സംഘടനാ സംവിധാനമോ കാര്യമോ ഒന്നും കൃത്യമായിരുന്നില്ല. ഇന്ന് തൃശ്ശൂരിൽ 1428 ബൂത്തിൽ 1422 ബൂത്തിലും പ്രവർത്തനമുള്ള പാർട്ടിയാണ് BJP. ഞങ്ങളുടെ പ്രവർത്തനം ഈ പ്രതാപൻ വരുന്നതിനേക്കാൾ മുമ്പ് അല്ലെങ്കിൽ മുരളീധരൻ വരുന്നതിനേക്കാൾ മുമ്പ് ശാസ്ത്രീയമായിട്ട് സിസ്റ്റമാറ്റിക് ആയിട്ട് തുടങ്ങി വെച്ച ഒരു സ്ഥലമാണ് തൃശ്ശൂർ. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു ആത്മവിശ്വാസം ഞങ്ങൾക്കുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങളുടെ 2.5 ലക്ഷം ഫിക്സഡ് വോട്ടുണ്ട്. പിന്നെ മറ്റൊരു കാര്യം, ഇപ്പോൾ പുതുതായി ചേർത്തിട്ടുള്ള 85,000 വോട്ടുണ്ട്. ഞാൻ ഒരു സംഘടനാ ഒരു ചർച്ചയിൽ തന്നെ ആധികാരികമായിട്ട് പറയുന്നത്, ഈ 85,000 വോട്ടിൽ 56,000 വോട്ട് ചേർത്ത പ്രസ്ഥാനം BJP ആണ്. ഞങ്ങൾ മനസ്സിലാക്കണം. ഒരു കാലഘട്ടത്തിലൊക്കെ ചില അടിസ്ഥാനപരമായ കാരണങ്ങളാൽ ഞങ്ങളൊന്നും ശ്രദ്ധിക്കാതെ പോകുന്ന ചില മേഖലകളുണ്ടായിരുന്നു. ആ മേഖലകൾ ഞങ്ങൾ ശ്രദ്ധിക്കുന്നു.
ബൂത്ത് തലത്തിലുള്ള പ്രവർത്തനങ്ങൾ നിൽക്കുന്നു. പിന്നെ സുരേഷ് ഗോപി എന്ന് പറയുന്ന വ്യക്തിയുടെ ഇമേജ്, 3 ഘടകങ്ങളാണ്. ഒന്ന് സുരേഷ് ഗോപി എന്ന് പറയുന്ന വ്യക്തിയുടെ ഇമേജ്, 2 BJP എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന്റെ ശക്തി, 3 നരേന്ദ്രമോദി എന്ന് പറയുന്ന ഫാക്ടർ. ഈ 3 ഫാക്ടറും കൂടി ഒരുമിച്ച് ചേരുന്ന സമയത്ത് തൃശ്ശൂരിനെ സംബന്ധിച്ചിടത്തോളം തൃശ്ശൂരിൽ ഞങ്ങൾ ജയിക്കുമെന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് യാതൊരു സംശയവുമില്ല. ഇതിനി ഈ പറയുന്ന ഈ തൃശ്ശൂർ, വടകര, ആലപ്പുഴ അതൊരു സഖ്യമാണല്ലോ. ആ മോഡൽ സഖ്യം, അതാണ് പിണറായി വിജയനും ഈ പറഞ്ഞ KC വേണുഗോപാലും തമ്മിലുള്ള അവിശുദ്ധ സഖ്യം എന്ന് ഞാൻ പറയുന്നത്. ആ മോഡൽ സഖ്യം തന്നെ ക്രോസ് വോട്ട് ചെയ്താൽ പോലും, അങ്ങനെ പറയട്ടെ, ഇപ്പൊ മുരളീധരൻ എന്ന് പറയുന്ന വ്യക്തിയെ നിർത്തിക്കൊണ്ട് സുനിൽകുമാറിനെ ജയിപ്പിക്കാനുള്ള ശ്രമമാണെങ്കിൽ പോലും 5 ലക്ഷം വോട്ട് നേടിക്കൊണ്ട് സുരേഷ് ഗോപി ജയിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. കാരണം